നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് ആൻഡ് സൃഷ്ടിക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ സുപ്രീം കോർട്ട് ഡിക്ലൈൻസ് അപ്പോളജി ബൈ ബാബ രാംദേവ് പതഞ്ജലി ആയുർവേദ ഇൻ കണ്ടംപ്റ്റ് കേസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിളാണ് നമ്മൾ എക്സാമിന് വ്യൂ പോയിന്റ് പഠിക്കാനായിട്ടുള്ള കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന കാരണം തീർച്ചയായിട്ടും ഇന്ത്യൻ പൊളിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ സുപ്രീം കോർട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടന്റ് ഓഫ് കേസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം റിപ്പീറ്റഡ്ലി ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ടൈംസ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് UPSC പ്രിലിംസിന് ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് സുപ്രീം കോടതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കണ്ടംപ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. സോ അത് നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടന്റ് ഓഫ് കോർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കോടതി അലക്ഷ്യ നടപടി എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ നമ്മൾ കേൾക്കാറില്ലേ, ആ ഒരു കാര്യം തന്നെയാണ് കണ്ടന്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്. കോടതി ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പം കോടതിയുടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാകാം ഒക്കെ തരം നമ്മൾ ഈ പറഞ്ഞ പോലെ കോടതിയുടെ ഡിഗ്നിറ്റിയെ തരം താഴ്ന്ന രീതിയിൽ ആ ഒരു ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ തന്നെ ചെയ്യുന്നതിനെയാണ് ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത്. സോ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് സീക്സ് ടു പ്രൊട്ടക്ട് ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രം മോട്ടിവേറ്റഡ് അറ്റാക്സ് ആൻഡ് അൺവാറന്റഡ് ക്രിറ്റിസിസം. അതായത് കോടതിയുടെ ആ ഒരു ഡിഗ്നിറ്റിയെ തരം താഴ്ന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ബേസിക്കലി എന്തെങ്കിലും ഒരു പബ്ലിക്കേഷൻസ് മുഖാന്തരമാകാം കോടതിയുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആ കോടതിയുടെ റെസ്പെക്ടിനെ ഈ പറഞ്ഞ പോലെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഒഫൻസിനെയാണ് ബേസിക്കലി കണ്ടംപ്റ്റ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ആസ് പെർ ദ കണ്ടംപ്റ്റ് ഇറ്റ് റെഫേഴ്സ് ടു ഒഫൻസ് ഓഫ് ഷോയിങ് ഡിസ്റെസ്പെക്ട് ടു ദ ഡിഗ്നിറ്റി ഓർ അതോറിറ്റി ഓഫ് കോർട്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ബട്ട് ഇതിനകത്ത് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എടുത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് ഇതിന് ഡെഫിനേഷൻ കൊടുത്തിട്ടില്ല. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചില ആർട്ടിക്കിൾസിനകത്ത് എസ്പെഷ്യലി ആർട്ടിക്കിൾ നമ്പർ 19 സബ് ക്ലോസ് 2 ഇതിന്റെ ഒരു റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ആ സച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. പക്ഷേ ഇപ്പോൾ എവിടെയാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടംപ്റ്റ് ഓഫ് ദ കോർട്സ് ആക്ട് 1971 ആണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ബേസിക്കലി ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഒരു ആക്ടിന്റെ പിൻബലത്താൽ വരുന്ന ഒരു കാര്യങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത്. അതേസമയം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. സോ ഇവിടെ നമുക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് എന്ത് സ്റ്റാറ്റസ് ആണ് ബേസിക്കലി ഉള്ളത്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് അപ്പ് മാത്രമാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയൊക്കെയാണ് ഈ ഒരു ടേമിന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 2. കാരണം ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് എ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് ഈ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തും വിളിച്ചു പറയാനായിട്ട് സാധിക്കും? ഒരിക്കലും ഇല്ല. മറ്റൊരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നമുക്ക് ബാധിക്കാനായിട്ട് പാടില്ല. അപ്പൊ ആ ഒരു രീതി വെച്ചുകൊണ്ടിട്ട് നമുക്ക് ഈ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ ആർട്ടിക്കിൾ 19(2) ആ ഒരു റെസ്ട്രിക്ഷൻസിന്റെ ഭാഗമായിട്ടും പറയാനായിട്ട് സാധിക്കും. ആ ഒരു റിഫ്ലക്ഷൻ, ആ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ റിഫ്ലക്ഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 129 of the Constitution conferred on the Supreme Court the power to punish the contempt of itself. ആ ഒരു പവർ നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ 129 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ് സുപ്രീം കോടതിക്ക് ആ ഒരു പവർ ടു പണിഷ് കണ്ടംപ്റ്റ് ഓഫ് ഇറ്റ്സെൽഫ് നൽകിയിരിക്കുന്ന കാര്യം ഓർക്കാം. ഇതേ കാര്യം ഹൈക്കോടതികൾക്ക് നൽകിയിരിക്കുന്ന ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 215 എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇത് പ്രകാരം നമ്മൾ ചെയ്തതോ നമ്മൾ പറഞ്ഞതോ ആയിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവൃത്തി ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ കീഴിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന രണ്ട് രീതിയിൽ അതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറയുന്നോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ ഈ രണ്ടെണ്ണത്തിനകത്ത് എവിടെയായിരിക്കും വന്നു വീഴുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് സിവിൽ കണ്ടംപ്റ്റ്, അല്ലെങ്കിൽ രണ്ടാമതാണ് ക്രിമിനൽ കണ്ടംപ്റ്റ്. ഓക്കെ, സോ എന്താണ് ഇവ രണ്ടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സിവിൽ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വിൽഫുൾ ഡിസോബീഡിയൻസ് ടു എനി ജഡ്ജ്മെന്റ്, ഡിക്രീ, ഡിറക്ഷൻ, ഓർഡർ ഓർ റിറ്റ് ഓർ അതർ പ്രോസസ് ഓഫ് എ കോർട്ട് ഓർ വിൽഫുൾ ബ്രെച്ച് ഓഫ് ആൻ അണ്ടർടേക്കിംഗ് ഗിവൺ ടു എ കോർട്ട്. അതായത് കോടതി മുഖാന്തരം വന്ന ഏതെങ്കിലും വിധികൾ, ഓക്കെ, എന്തെങ്കിലും കേസിൽ വിധി ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി വരിക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ എന്തെങ്കിലും വിധികളിൽ നമ്മൾ അതനുസരിക്കാതിരിക്കുക, ആ ഒരു ജഡ്ജ്മെന്റിനകത്ത് വിൽഫുൾ ആയിട്ട് നമ്മൾ ഡിസോബീഡിയൻസ് കാണിക്കുമ്പോഴേക്കുമാണ് നമ്മുടെ ആ പ്രവൃത്തി എന്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്? സിവിൽ കണ്ടംപ്റ്റിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ഇനി അതേ സാഹചര്യത്തിൽ എന്താണ് ക്രിമിനൽ കണ്ടംപ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പബ്ലിക്കേഷൻ ഓഫ് എനി മാറ്റർ ഓർ ദ ഡൂയിങ് ഓഫ് എനി അതർ ആക്ട് വിച്ച് സ്കാൻഡലൈസസ് ഓർ ലോവേഴ്സ് അതോറിറ്റി ഓഫ് എനി കോർട്ട്. കോടതിയുടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും പബ്ലിക്കേഷൻസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തികൾ മൂലം കോടതിയുടെ ആ ഒരു പവിത്രത, ആ ഒരു ഡിഗ്നിറ്റി തരം താഴ്ത്തുകയാണ് ചെയ്യപ്പെടുന്നതെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ പ്രവൃത്തിയാണ് എന്തായിട്ട് മാറുന്നത്? ക്രിമിനൽ കണ്ടംപ്റ്റ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. സോ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് രണ്ട് രീതിയിലുണ്ട്, സിവിൽ കണ്ടംപ്റ്റ് ഉണ്ട്, ക്രിമിനൽ കണ്ടംപ്റ്റ് എന്ന കാര്യം ഓർത്തിരിക്കാം. ഇനി ഇത് പ്രകാരമുള്ള പണിഷ്മെന്റ് അറിഞ്ഞിരിക്കാം. ഈ പണിഷ്മെന്റിനെ കുറിച്ചും പറയുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971 പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ പറയുന്നത്. പണിഷ്മെന്റ് ഓഫ് 6 months ഓർ ഇംപ്രിസൺമെന്റ് ഓഫ് അപ് ടു 6 months ഓർ ഫൈൻ ഓഫ് ₹2000 ഓർ ബോത്ത് ആണ് ഇതിന്റെ ഒരു
പണിഷ്മെന്റ് ആയിട്ട് ബേസിക്കലി പറയുന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. ഇതെല്ലാം പറയുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന കാര്യം എവിടെയാണ് ഡിഫൈൻ ചെയ്യുക, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എവിടെയാണ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971 കാര്യം നോക്കുക. എന്നാൽ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് ഏതൊക്കെ ആർട്ടിക്കിൾസിനകത്ത് കാണാൻ സാധിക്കും? ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 2 കാണാം. അതേപോലെ ആ ഒരു പവർ സുപ്രീം കോടതിക്കൊക്കെ തന്നെ നൽകിയിരിക്കുന്ന പവർ എവിടെയാണ്? ആർട്ടിക്കിൾ 129. ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്ന പവർ, ആ ഒരു കണ്ടംപ്റ്റിനെ പണിഷ് ചെയ്യാനുള്ള പവർ ആർട്ടിക്കിൾ 215 എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുള്ള. എന്താണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് ദ അഡ്വെന്റ് ഓഫ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു വൺ ഹെൽത്ത് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ വൺ ഹെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട്, ഗവൺമെന്റ് പോളിസീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഗവർണൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എനിവേ നാഷണൽ വൺ ഹെൽത്ത് മിഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ വൺ ഹെൽത്ത് മിഷൻ. സോ ഇതിന്റെ ഒരു കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ റീസെന്റ് ഒരുപാടധികം ഡിസീസുകൾ നമ്മൾ വാർത്തയിൽ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ റീസെന്റ് ഉണ്ടായിരുന്നതാണ് കാസിനോർ ഫോറസ്റ്റ് ഡിസീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ മങ്കി ഫീവർ എന്നറിയപ്പെടുന്ന ഡിസീസാണത്. അതേപോലെ തന്നെ എബോള വൈറസ്, അതേപോലെ ഈ പറഞ്ഞ നിപ്പ, ഈ പറഞ്ഞ പോലെ ജാപ്പനീസ് എൻസെഫാലിറ്റീസ്, റാബിസ്, ഇങ്ങനെ ബേർഡ് ഫ്ലൂ, ഇങ്ങനെ ഒരുപാടധികം അസുഖങ്ങൾ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരുപാടധികം, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഒരുപാടധികം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അസുഖങ്ങളിലൊക്കെ തന്നെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ബീങ് സ്പ്രെഡ് ഫ്രം ആനിമൽസിൽ നിന്നാണ് ഹ്യൂമൻസിലേക്ക് ഈ അസുഖങ്ങളൊക്കെ തന്നെ പകരുന്നത് എന്നുള്ളതാണ് നമ്മൾ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂനോട്ടിക് ഡിസീസ് എന്ന് അറിയപ്പെടാറുണ്ട്. സൂനോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഡിസീസസ് ദാറ്റ് ആർ ബീങ് സ്പ്രെഡഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻസ്, ആനിമൽസ് നിന്ന് ഹ്യൂമൻസിലേക്ക് പകരുന്ന തരം അസുഖങ്ങളെയാണ്, ഡിസീസിനെയാണ് നമ്മൾ സൂനോട്ടിക് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സൂനോട്ടിക് ഡിസീസുകൾ നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഹെൽത്ത് എന്ന് പറയുമ്പോഴേക്കും ഹ്യൂമൻ ഹെൽത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യമില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ തരം ജീവജാലങ്ങളുടെയും ഹെൽത്തിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് ആനിമൽസ് വരും, പ്ലാന്റ്സ് വരും, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു എൻവയോൺമെന്റ് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഹെൽത്തിന്റെ കൺസെപ്റ്റിലേക്ക് നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ മനുഷ്യൻ്റെയൊക്കെ ആണെങ്കിലും ഓരോ പ്രവർത്തികളുടെ മൂലം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോപ്പുലേഷൻ്റെ ഇൻക്രീസ് മൂലം അവർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ക്ലിയർ കട്ട് ചെയ്തിട്ട് നമ്മൾ അർബനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയാസ് ഒക്കെ അതിനായിട്ട് മാറ്റി. അങ്ങനെ ട്രീകളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല രീതിയിലുള്ള ടെമ്പറേച്ചർ റൈസ് പോലുള്ള ക്ലൈമറ്റ് ക്രൈസിസ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ക്ലൈമറ്റ് ക്രൈസിസ് മൂലം വീണ്ടും ഒരുപാടധികം അസുഖങ്ങൾ നമ്മുടെ രാജ്യത്ത് സ്പ്രെഡ് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ മനുഷ്യരെ അഫക്റ്റ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് അവിടെ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കരുത്. അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആനിമൽസ്, പ്ലാന്റ്സ്, മൊത്തമുള്ള എൻവയോൺമെന്റിനെ തന്നെ നമ്മൾ കെയർ കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക്, ആക്ച്വൽ കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് വൺ ഹെൽത്ത് അപ്രോച്ച് വേണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ആ അപ്രോച്ച് വേണം എന്ന് പറയുന്നതിന്റെ സിഗ്നിഫിക്കൻസസ് ആണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലിങ്ക് വിത്ത് സൂനോസസ്, അതായത് ഇന്ന് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സൂനോട്ടിക് ഡിസീസുകളുടെ എണ്ണം ഇത്തരത്തിലുള്ള ഒരു വൺ ഹെൽത്ത് അപ്രോച്ച് വേണമെന്ന് നമ്മൾ കൃത്യമായിട്ടും പഠിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തൊക്കെ ആണെങ്കിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസസ്. അതായത് പുതിയ തരം അസുഖങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ അതിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നില്ല. ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ശരീരങ്ങൾക്ക് കുറവാണ്. അതിനുള്ള ബേസിക് കാരണങ്ങൾ നമ്മൾ തന്നെയാണ് അതിനെ വരുത്തി വെച്ചത്. കാരണം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിന് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പനികൾക്കും അല്ലെങ്കിൽ ചെറിയ ഒരു അസുഖം വന്നാൽ പോലും നമ്മൾ ഓട്ടോമാറ്റിക്കലി കഴിക്കുന്ന എന്തുതരം മരുന്നുകളായിരിക്കും? ആന്റിബയോട്ടിക്സ് ആണ്. എത്രയും പെട്ടെന്ന് ഇത് ക്യൂർ ആകാനായിട്ടുള്ള ആന്റിബയോട്ടിക്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ പനി അല്ലെങ്കിൽ തലവേദനയ്ക്ക് വരെ നമ്മളിപ്പോൾ ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആന്റിബയോട്ടിക്സ് മരുന്നുകളുടെ അമിതമായുള്ള ഉപയോഗം മൂലം നമ്മുടെയൊക്കെ തന്നെ ശരീരങ്ങളിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസസ്. അതായത് അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ചെറിയ അസുഖം വന്നാൽ പോലും നമ്മൾ അതിൽ പിടിവിട്ട് പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫീവറും കാര്യങ്ങളൊക്കെ വന്നത് സീരിയസ് ആകുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നു. ഇങ്ങനെയുള്ള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സൂനോട്ടിക് ഡിസീസും ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ മൂലം ഡിസീസസും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് അറിയാൻ മേലാത്ത, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലാത്ത തരം എന്തെങ്കിലും പുതിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം ഈ പറഞ്ഞ പോലെ മനുഷ്യരാശിയെ തന്നെ, മനുഷ്യന് ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ വരും. ജസ്റ്റ് ലൈക്ക് കൊറോണയുടെ ഒരു പ്രശ്നം നമ്മൾ കണ്ടാണ്. കോവിഡ് വൈറസ് ഈ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് അതുവരെ നമുക്ക് പരിചയമില്ലാത്തൊരു സംഭവമാണ്. അതൊരു പുതിയൊരു സാധനം വന്നു കഴിഞ്ഞപ്പോഴേക്കും മൊത്തം ലോകമെമ്പാടും അത് പടർന്ന് പന്തലിച്ച് ആ ഒരു അസുഖത്തിന്റെ പിടിയിലേക്ക് അകപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഏത്
തരം ഈ പറഞ്ഞ പോലെ അപ്രോച്ച് ആയിരിക്കണം കൊടുക്കേണ്ടത്? വൺ ഹെൽത്ത് അപ്രോച്ചിന് തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാരണം അതവിടെ മനുഷ്യനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ല, മൊത്തം നമ്മുടെ എൻവയോൺമെന്റിനെ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് റിസോഴ്സ് റിക്വയർമെന്റ്സ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. കാരണം ഇന്നിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരുപാടധികം മിനിസ്ട്രീസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, മനുഷ്യരുടെ കാര്യത്തിലേക്ക് തന്നെ ഫിഷറീസ് മിനിസ്ട്രി ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ഡയറിങ്, എൻവയോൺമെന്റ്, സയൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാടധികം മിനിസ്ട്രികൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പം വർക്ക് ചെയ്യുന്ന ഇവരുടെ ഓരോരോ ഡയറക്ഷൻസിലാണ്, ഓരോ മിനിസ്ട്രിയും ഓരോ ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിന് പകരം ഇവരെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരുടെയൊക്കെ തന്നെ പ്രവർത്തനം കുറേ കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ സിമ്പിളും അതേപോലെ എഫക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അത്തരത്തിൽ എഫക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളൊക്കെയാണ് നേരിടുന്ന, അല്ലെങ്കിൽ മൊത്തം നമ്മളെല്ലാവരും നേരിടുന്ന പലവിധ പ്രശ്നങ്ങൾക്കും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഈ പറഞ്ഞ റിസോഴ്സ് റിക്വയർമെന്റ്സും അത് കൂടുതൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ടാക്കി നൽകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ചെറിയൊരു കണ്ടന്റ് ആണ് ആർട്ടിക്കിളിനകത്ത് ഉണ്ടായിരുന്നത്. വൺ ഹെൽത്ത് അപ്രോച്ച് എന്തിനാണ് എന്നുള്ളതാണ് ഒരു ആർട്ടിക്കിളിനകത്ത് ഉടനീളം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി പറഞ്ഞാൽ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ന്യൂസ് പേപ്പറിലൊക്കെ തന്നെ നിങ്ങൾക്കറിയാം ഇലക്ഷൻസ് അപ്കമിംഗ് ആണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പത്രങ്ങളിലൊക്കെ തന്നെ ഒരുപാട് അധികമായിട്ടുള്ളത് ഇലക്ഷൻ റിലേറ്റഡ് ഉള്ള ആർട്ടിക്കിൾസ് ആണ്. ഇന്ന് എഡിറ്റോറിയൽ പേജിലും ഒരുപാടധികം അത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്ന കച്ച്ദീവിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. കച്ച്ദീവ് ഇഷ്യൂവിന്റെ കാര്യം നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ കച്ച്ദീവ് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ വേണ്ടി വരുന്നത് ആ കച്ച്ദീവിന്റെ മാപ്പ് നിങ്ങളൊന്ന് ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുക. ഇന്ത്യയിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ശ്രീലങ്കയുടെ കീഴിലുള്ള ഒരു ഐലൻഡ് നേഷനാണ് കച്ച്ദീവ്. ഇന്ത്യയിൽ നിന്നും അടുത്ത് കിടക്കുന്നതാണ്. രാമേശ്വരത്ത് നിന്നും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. പാക് സ്ട്രേറ്റ് ആണ് ഇവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ മനസ്സിലേക്ക് കണ്ടേക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഓരോ ദിവസം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും പത്രങ്ങളിൽ ഇങ്ങനെ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് ഒരുപാടുണ്ടാവും. അത് വായിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരിക്കലും കളയരുത്. എന്താണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടുന്നത് ആ ആർട്ടിക്കിൾസ് കൃത്യമായിട്ടും പിക്കപ്പ് ചെയ്ത് വായിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.